കാക്ക ഇവൻ്റെ തലയെ തൂറും. അപ്പം ഇവൻ തൂമ്പോൾ താഴോട്ടിടും മുതലാളിയെ കണ്ടോണ്ട്. അപ്പോൾ സൂപ്പർവൈസർ എഴുന്നേറ്റ് 4 തെറി പറയും, പണിയടാ ചൂടാകട. അതിനാ തെറിക്ക് അവന് കാശ് കിട്ടുന്നത്. ഇതനുസരിച്ച് മുതലാളിക്കൊരു ഭാവം ഉണ്ടാവും, ഞാനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? കർത്താവും ഭോക്താവുമാണെന്ന ഭാവം ഉണ്ടാവും. ഇതിൻ്റെ ദുഃഖമൊക്കെ ഇവനങ്ങ് ഏറ്റുവാങ്ങും. ശരിയല്ല? മറിച്ച് ഇതൊക്കെ ഒരു രസമാണ്. പോയി അവൻ്റെ കൂടെ 2 ഈത്തയും പറഞ്ഞ് അവനെ അല്പം ഇടയ്ക്ക് തലോടി, അവൻ ചോദിക്കുമ്പോൾ 5 രൂപയും കൊടുത്ത് സന്തോഷമായൊരു പ്രപഞ്ചവും പ്രകൃതിയും. ഞാൻ കർത്താവല്ല, ഭോക്താവല്ല, അവസാനം ഞാനിതൊക്കെ ഇട്ടിട്ട് പോകുന്നവനാണ് എന്ന ഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെടാത്തവർ. എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ, എൻ്റെ വീട്. ഇവനവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി മാറി. പിള്ളേരിലൊരുത്തൻ ഇവനായിട്ട് മാറും. ഷർട്ടുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച് ഇവനെ കളിയാക്കുക പണി. മനസ്സിലായില്ലേ? എൻ്റെ എന്ന് അഭിമാനിക്കുന്ന എല്ലാവരെയും വീട്ടിൽ ആരെങ്കിലും കളിയാക്കും. ഇത് കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ ചിലപ്പോൾ പോയിട്ട് പകുതി ദൂരം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുറ്റത്തെത്തുന്ന ഇത് കാണുമ്പോഴേ അനിയന്മാരൊരുത്തം പറയും, എത്തിയടാ എന്ന് പറയും. ഉടനെ ചാടി ഇറങ്ങി കട്ടിലിൻ്റെ കീഴെയൊക്കെ വിളിക്കും. ഇപ്പം കർത്താവും ഭോക്താവും ആയവനെക്കുറിച്ച് മക്കൾക്കാണെങ്കിലും ബഹുമാനം പോലുമില്ല. ഈ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് ദുഃഖം. അല്ല, കർമ്മങ്ങളൊന്നും ദുഃഖമല്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തോ, കുടിക്കേണ്ടതൊക്കെ കുടിച്ചോ, തിന്നേണ്ടതൊക്കെ തിന്നോ, ഒന്നിലൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ കർത്താവാണ് എന്ന് ഭാവിച്ചാൽ ദുഃഖമായി. മനസ്സിലായോ? ആവോ? ശരിയാണോ? ശരിയാണോ? ഞാൻ കർത്താവാണെന്ന ബോധമില്ലെങ്കിൽ എല്ലാം സുഖം, എല്ലാം സുഖപര്യവസായി. ഇപ്പോഴത്തെ അമ്മമാർക്ക് മക്കളെ ആശുപത്രി കൊണ്ടുപോകാൻ ഞാനാ കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കണം. അതിന് 2-3 പേരുടെ പേര് തള്ള പറയും. തന്തയപ്പോൾ പറയും അവിടെയല്ല കൊണ്ടുപോകുന്നു, ഇപ്പോൾ ഇവിടെയാണ് കൊണ്ടുപോകുന്നെന്ന് പറയും. അപ്പോൾ വന്ന ബന്ധു പറയും ഇത് രണ്ടും ശരിയല്ലാത്ത സ്ഥലമാണ്, ഞാൻ പറയുന്ന വളരെ കൂടിയൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയും. അവസാനം കൊച്ചി എത്തുപോകും. കർത്തൃത്വവും ഭോക്തൃത്വവും കാരണം. വളരെ സിമ്പിളാണ്. നേരെ മറിച്ച് അമ്മ തന്നെ കുഞ്ഞിനൊരു പൊടിയരി കഞ്ഞി ഇട്ട് കൊടുത്ത്, സാരമൊന്നുമില്ല മോനെ, ഇതൊക്കെ പണ്ട് എനിക്കും വന്നിട്ടുള്ളതാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, ഒന്ന് കിടന്നുറങ്ങുമ്പോൾ മാറുവിടാ എന്ന് പറഞ്ഞാൽ ഇത് വേഗം മാറുകയും ചെയ്യും. പണ്ടൊക്കെ അങ്ങനെയല്ലേ മാറിയിരുന്നേ? ശരിയല്ല? പണ്ടൊക്കെ ഒരു പൊടിയരിക്കഞ്ഞിൽ പപ്പടം ചുട്ടതും പൊടിയരിക്കഞ്ഞിയും കൊണ്ട് ഈ മിക്കവാറും രോഗമൊക്കെ, പനിയോ മിക്കവാറും ഒക്കെ പോകും. കാലൊക്കെ പൊട്ടിപ്പഴുത്ത് ഒരുമാതിരി എറണാകുളംകാർ കേൾക്കണ്ട. അങ്ങനെ ആ നാട്ടിൻപ്രതി തൊടുപുഴയൊക്കെ പറയാം, പഴുത്ത എറണാകുളം ആയല്ലോടാന്നാ പറയാം അല്ലേ? ഏതാണ്ട് വലിയ കുളം പോലെയാണ് വിചാരിച്ചിട്ട് പറയാം. അപ്പോൾ അങ്ങനെയല്ലേ തൊടുപുഴ പറയാം? അല്ലേ? തൊടുപുഴക്കാർ അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് തൊടുപുഴക്കാർക്ക് എറണാകുളംകാരെ കാണുമ്പോൾ ഈ ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെ പഴുത്ത് കുഴപ്പമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് ദിവസം ഈ പഴുപ്പൊക്കെ ആയിട്ട് പോവും. കുറേ കഴിഞ്ഞത് തന്നെ മടുത്ത് ഉണങ്ങും. ശരിയല്ല? മിക്കവാറും അന്നത്തെ കാലത്ത് പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ പൊട്ടലും ഇല്ലേ? ശരിയല്ലേ? ഇന്നത്തെ പോലുള്ള കർത്തൃത്വവും ഭോക്തൃത്വമൊന്നുമില്ല. അന്ന് മിക്കവാറും തന്തയും തള്ളയും ഒരു മുണ്ട് വാങ്ങിച്ചു കൊടുക്കും. വലിയ സമ്പന്നനാണെങ്കിൽ ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർ മുറി, അതാണ് ഏറ്റവും വലിയത്. വലിയ കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർ മുറി വാങ്ങിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ ഒരു ഇൻറ്റുള്ളൊരു വള്ളിനിക്കറ്. ശരിയല്ല? ഉള്ളൊരു വള്ളിനിക്കറ്, ഷർട്ടൊന്നുമില്ല, ഒരു വള്ളിനിക്കറ്. അത് പോകുന്ന വഴിക്ക് അവൻ മുൻഭാഗം ബ്ലേഡ് കൊണ്ട് കീറിയും വെക്കും. മുമ്പിൽ തന്നെ അവൻ ബ്ലേഡ് കൊണ്ടൊക്കെ കീറിക്കളയും. അത് കീറി വെച്ചിരിക്കും, കാരണം അത്യാവശ്യം മൂത്രം ഒഴിക്കാനോ അതിനും ഇതിനുമൊക്കെ വേണ്ടി. എന്നിട്ടാണ് ക്ലാസ്സിലേക്കൊക്കെ പോകുന്നത്. ചില ദിവസം വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഊരി പിടിച്ചോണ്ടായിരിക്കും വരുന്നത്. ശരിയല്ല? ഈ കുഞ്ഞമ്പ് തമ്പിയാരും മറ്റുമൊക്കെ ഇത് ഊരി പിടിച്ചു വരുന്ന ആ വരവ് ഞാൻ കണ്ടിട്ടുണ്ട്. കളി പറഞ്ഞല്ല, ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്പ്യാരൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് വരുമ്പം ഷർട്ട് നിക്കറും ഒക്കെ ഊരി കയ്യിൽ പൊതിഞ്ഞു പിടിച്ചോണ്ട് ലംബാദഹനെ ചോട്ടാഭായി ഏക്ക് ലൈൻ മേ കദ്വാർ എന്ന് പറഞ്ഞു വരുന്ന വരവുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് അഭിമാനം സംഭവിക്കുമോ തന്തയുടെയും തള്ളയുടെയും?
മനസ്സിലായില്ല? ഈ ചൂടത്ത് ഇവനെ 4 വസ്ത്രം ഇടിച്ച് അതിൻ്റെ പൊക്കത്തിലൊരു ടൈ കെട്ടി മുറുക്കി, ശരിയല്ല. രാവിലെ എന്നാൽ ഇവൻ ഇതുപോലെ ഇരുന്നോണം, വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ വീട്ടിലേക്ക് വന്നോണം, തള്ള അഴിക്കുമ്പോഴേ ഊരാവൂ, അങ്ങനെയുള്ള ഊരാക്കുടുക്കൂട്ടാണ് വിടുന്നത്. സായിപ്പിൻ്റെ ടൈ അല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ പിള്ളേരിട്ടിരിക്കുന്ന സായിപ്പിൻ്റെ ടൈ അല്ല, അങ്ങനെ കെട്ടുന്നതുമല്ല. മുമ്പിലെ ചരട് മാത്രമേ ഉള്ളൂ, പിന്നുള്ളത് വള്ളിയാ. അത് കണ്ടിട്ടില്ല. സായിപ്പിൻ്റെ ഇമിറ്റേഷൻ. സായിപ്പ് ടയ്യാ വലിച്ചു കിട്ടുന്നത്. മറ്റത് വള്ളി അകറ്റിയിട്ട് കഴുത്തേ കൂടെ മോളിൽ കൂടെ താഴോട്ട് മാല ഇടുന്ന പോലെ ഇട്ടിട്ട് ഒറ്റ വലിയാണ്. ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനല്ലേ? എന്ത് സ്റ്റിക്കായാലും ഇങ്ങനെയാണ് അതിൻ്റെ പണി, ശരിയല്ല? ഇതൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ. ഇപ്പം എന്തൊരു അഭിമാനമാണ് ഇന്ന് വളരുന്നത്. സ്കൂളിനെ കുറിച്ചുള്ള അഭിമാനം, വീടിനെ കുറിച്ചുള്ള അഭിമാനം, പഠിത്തത്തെക്കുറിച്ചുള്ള അഭിമാനം, ഡാൻസിനെ കുറിച്ചുള്ള അഭിമാനം, കളിയെക്കുറിച്ചുള്ള അഭിമാനം. ഈ അഭിമാനമൊക്കെ ദുഃഖവും. അവസാനം 10-ലെത്തുമ്പോഴേക്ക് ചെറുക്കനും ചെറുക്കിയൊക്കെ ഒരുമാതിരി മെൻ്റലും, ശരിയല്ല? ആലോചിച്ച് നോക്കുക. ജനക, ഈ അഭിമാനമാണ് നിന്നെ കടിച്ചത്. ഇത് പാമ്പാണ്. ഇതിൻ്റെ കടിയേറ്റതാണ് നിന്നിലുള്ള വിഷം. ഈ വിഷം പോകാനൊരു അമൃത് പൂജിക്കണം. ഞാൻ കർത്താവല്ല എന്ന് മാത്രം, ഇത്രയേ വേണ്ടൂ. ഒരുപാടൊന്നും പണിയില്ല. ഞാൻ കർത്താവല്ല എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഏതാണ്ടൊക്കെയാണ് എന്ന് തോന്നലങ്ങ് വിട്ടാൽ മതി. ഒന്നുമല്ല, അത് തന്നെ മുക്തി. അപ്പോൾ അഹം കർത്ത, ഞാൻ കർത്താവാണ് ഇതി എന്ന അഹങ്കാരമാകുന്ന വലിയ കരിമൂർഖന്റെ കടിയേറ്റ തൊന്നി ന അഹം കർത്ത ഇതി, ഞാൻ കർത്താവല്ല എന്ന വിശ്വാസാമൃതം, ശ്രദ്ധാമൃതം, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ. അതാണ് ശ്രദ്ധ, വിശ്വാസം. ശ്രദ്ധയ്ക്ക് സ്വാമി വിവേകാനന്ദൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് അഷ്ടാവക്രനിൽ നിന്നായിരിക്കണം. ഫെയ്ത്ത്. ഫെയ്ത്ത് കേൾക്കാനുള്ള കഴിവല്ല. നല്ല ശ്രദ്ധയുള്ളവന് ബോധ്യാവും ഞാൻ കർത്താവല്ല, ഞാൻ കർത്താവാണെന്ന് വെറും തോന്നല. ഞാൻ കർത്താവല്ല എന്ന വിശ്വാസാമൃതം, ശ്രദ്ധാമൃതം പീത്വാ, കുടിച്ചിട്ട്, ഒരമൃതേ ഉള്ളൂ ഈ അമൃത്, അത് കുടിച്ചിട്ട് സുഖീഭവ, ആനന്ദമനുഭവിക്കൂ ജനക. നീ കർത്താവാണെന്ന അഭിമാനമാകുന്ന കാളസർപ്പത്തിൻ്റെ കടിയേറ്റ നീ ഞാൻ കർത്താവല്ല എന്ന വിശ്വാസമാകുന്ന അമൃതം പാനം ചെയ്ത് ആനന്ദമടയുക, സ്വസ്ഥനായി ഭവിക്കുക. വളരെ എളുപ്പമാണ്. ഒരുപാട് കുണ്ടാമാണ്ടിയൊന്നും പിടിക്കേണ്ട, കർത്താവല്ലെന്നങ്ങ് തോന്നിയാൽ മതി. കർത്താവല്ലെന്നറിയാൻ മന്ത്രദീക്ഷ എടുക്കും. അവസാനം അതിൽ നിന്നൊരു അഭിമാനം ഉണ്ടാവും, ഇന്നയാളിൽ നിന്ന് മന്ത്രദീക്ഷ എടുത്തവനാണ് ഞാൻ. അത് വളരെ രസമാണ്. പാമ്പ് കടിച്ചിരിക്കുകയാണ്, ഇടിവെട്ടും കൂടെ ആവും. പാമ്പ് കടിച്ച് വിഷവും തീണ്ടിയാണ് വരുന്നത്. വിഷം തീണ്ടിയ ഇവനാണ് പോയി മന്ത്രദീക്ഷ എടുക്കുന്നത്. ആരിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ എടുത്തതെന്നറിയാവോ? ഇന്നയാളിൻ്റെ ശിഷ്യനാണ് ഞാൻ. പുതിയൊരു അഭിമാനവും കൂടായി. പിന്നെ അയാളോട് പോയി ചോദിച്ചാൽ അയാൾക്ക് പോലും അറിയാൻ മേലാത്ത കാര്യം അവൻ പറഞ്ഞു കേൾപ്പിക്കും. ശിഷ്യനായി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ട്. ആളിലേക്ക് അറിയുമോ? പിന്നെ എൻ്റെ ഗുരുവാ, ബഡാ വിദ്വാൻ ഹേ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തട്ടും. അരമണിക്കൂർ കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടു പോവുകയും ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ ഇടവേള നോക്കിയാൽ മതി. കാരണം ഇതിൽ 90% ചപ്പടാച്ചിയായിരിക്കും. മനസ്സിലായില്ല? അതിൽ നിന്ന് പുതിയൊരു അഭിമാനമാണ് വരിക. എനിക്ക് മന്ത്രദീക്ഷയുണ്ടെന്നുള്ള അഭിമാനം, ഞാൻ ആധ്യാത്മികമായ അല്പം ഉയർന്നതാണെന്ന അഭിമാനം.
അഭിമാനം പോകാൻ പഠിച്ച് അത് അതിലും വലിയ അഭിമാനമായി. മനസ്സിലായില്ല? അഭിമാനം പോകാനായി പണി ചെയ്തിരിക്കുന്നത്, അതേന്നായി അഭിമാനം. അതുകൊണ്ട് അഭിമാനമില്ലാതാകാനാണ് ഈ പഠിത്തം. ഞാൻ കർത്താവാണ് എന്ന അഭിമാനം തീർത്തും പോകാൻ. ഇത് പ്രത്യേകം ഓർക്കണം. വീണ്ടും 9, 8 വളരെ ഗംഭീരമായ ശ്ലോകം. അർത്ഥമൊന്നും ഒരുപാട് പറയാനില്ല. സ്ട്രെയിറ്റാണ്. ഈ അഷ്ടാവക്രൻ്റെ തട്ട് സ്ട്രെയിറ്റായിടത്തൊന്നും നമുക്കൊന്നും കയറി എഴുതാനില്ല. എല്ലാം പെട്ടെന്നാണ്. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിനം പ്രജ്വല്യാ ജ്ഞാനഗഹനം വീതശോകസുഖീഭവം. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവന്നിന പ്രജ്വല്യ ജ്ഞാനഗഹനം വീതശോകസുഖീഭവം. അഹം വിശുദ്ധബോധ ഇതി നിശ്ചയവന്നിന അജ്ഞാനഗഹനം പ്രജ്വല്യ വീതശോക സുഖീഭവ. എവിടെയാ? കുഴപ്പമില്ല. നിശ്ചിതവന്നിന കുഴപ്പമില്ല. അതായത് നീ നിശ്ചയിച്ചിട്ട് വന്നിന, മറ്റത് നിശ്ചിത വന്നിന. അവിടെ വന്യോട് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, രണ്ടും ശരി തന്നെയാണ്. അത് മലയാള പുസ്തകങ്ങളിൽ, മൂലപുസ്തകങ്ങളിൽ നിന്ന് ചെറിയ പാഠഭേദം വന്നിട്ടുണ്ടാവും. അത് തിരുത്തണമെന്നില്ല. പക്ഷെ കറക്റ്റ് നിശ്ചയിച്ചാലും നിശ്ചയ വന്യന ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ, ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ. അഹം വിശുദ്ധബോധ ഇതി നിശ്ചയവന്നിന അജ്ഞാനഗഹനം പ്രജ്വാല്യ വീതശോക സുഖീഭവ. വിശുദ്ധബോധമാകുന്നു എന്ന ദൃഢനിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ. ഞാൻ വിശുദ്ധബോധമാണ്, ഞാൻ ബോധമല്ലാതെ ഒന്നുമല്ല. അതങ്ങ് ഉറയ്ക്കണം. ഓരോ ശ്ലോകവും ഇത് ഉറപ്പിക്കുകയാണ്. നല്ല ദൃഢമായ ഉറയ്ക്കണം. ഞാൻ ബോധമാണ്. അഹം ദേവഃ നച അന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോകഭാക് സച്ചിദാനന്ദരൂപോഹം നിത്യമുക്ത സ്വഭാവവാൻ. ഇതങ്ങ് ഉറയ്ക്കണം. ബാക്കി ഒന്നും കേൾക്കരുത്. ആളുകളൊന്ന് പ്രശംസിക്കുമ്പോൾ അത് കേൾക്കരുത്. കേട്ടാൽ അതാണ് നമ്മളെന്ന് തോന്നും. ആളുകൾ വന്ന് നിന്ദിക്കുമ്പോൾ അത് കേൾക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അതാണ് നമ്മളെന്ന് തോന്നും. ആരെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അപ്പുറത്ത് ആരെങ്കിലും നിന്ദിക്കാനുണ്ട്. ഉറപ്പാണ്. പ്രശംസ കിട്ടുന്നുണ്ടെങ്കിൽ നിന്ദയും കിട്ടും. പ്രശംസ മാത്രമായൊരു ലോകമില്ല, നിന്ദ മാത്രമായൊരു ലോകമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ പ്രശംസിക്കുമ്പോൾ അവനെ ഇഷ്ടപ്പെടാത്തവനും നിങ്ങളെ നിന്ദിക്കും. നിങ്ങളെ ഇഷ്ടപ്പെട്ടാലും അത്രയ്ക്കായോ? അതാണ് ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ പ്രശംസിച്ച് പറയുമ്പോൾ മകൻ അമ്മയോട് ഇഷ്ടമില്ലെങ്കിൽ അച്ഛനെ ചീത്ത വിളിക്കും. അച്ഛനോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല, അമ്മയോടുള്ള ഇഷ്ടക്കുറവുണ്ടാ. മകൻ പ്രശംസിച്ച് പറയാൻ തുടങ്ങുമ്പോൾ പറയാം, അത്രയ്ക്കുള്ളതൊന്നുമില്ല, എനിക്കറിയാൻ മേലടാ, ഞാൻ എത്ര കൊല്ലമായിട്ട് കൂടെ നീ ഇന്നല്ലേടാ കണ്ടേ. അപ്പോൾ അമ്മയ്ക്കാണ് എതിർപ്പ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പ്രശംസിച്ചാൽ നിങ്ങളോട് വെറുപ്പില്ലെങ്കിലും പ്രശംസിക്കുന്നവനോടുള്ള വെറുപ്പ് നിന്ദിക്കാനായിത്തീരും. രണ്ടും തുല്യമാണ്.
പ്രശംസിക്കുന്നവനും നിന്ദിക്കുന്നവനും ഒന്ന് തന്നെയാണ്. അതിൽ പെടാതിരിക്കണമെങ്കിൽ അറിയണം, ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല. പിന്നെ ഒന്ന്, പ്രശംസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും അവരവരുടെ ബോധത്തെയാണ് പ്രശംസിക്കുന്നത്, എന്നെ അല്ലെന്നറിയണം. അത് മനസ്സിലായില്ല. ഇതൊരു കൂടിയ പ്രയോഗമാണ്. അതാണ് മഹാപുരുഷന്മാർ ചെയ്യുന്നത്. അവർ പ്രശംസിക്കുമ്പോൾ കൂടെ കൂടും, കളിയും തമാശയൊക്കെ ആയിട്ട്. അവർ നിന്ദിക്കുമ്പോൾ കൂടെ കൂടും, കളിയും തമാശയൊക്കെ ആയിട്ട്. കാരണം അവർ പ്രശംസിച്ചിരിക്കുന്നത് തന്നെയാണ് എന്നെടുക്കാതെയാണ് കൂടെ കൂടുന്നത്. കുറേ കഴിഞ്ഞൊരാൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞേ. ആവില്ല, അവരുടെ ബോധത്തിലെ സങ്കല്പത്തിലെ എന്നെ കുറിച്ചാണ്, അത് ഞാനല്ല. മനസ്സിലായില്ല? ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ പിന്നെ അവൻ അറിയുന്നു. മനസ്സിലായില്ല? ഞാൻ തന്നെ ഒരു പിടി ശങ്കയിലാണ്. അപ്പോഴാണ് അവനങ്ങ് ഉറപ്പിച്ച് പറയുന്നത് ഇന്നത് തന്നെയാണ്. ആ നേരം കൊണ്ട് അവനെ അന്വേഷിച്ചിരുന്നെങ്കിൽ മനസ്സിലായില്ല. ആ തലത്തിലാണ്, അത്രയും തലത്തിൽ ഉയരണം. പണ്ട് ഒരു ബ്രഹ്മചാരി അയാളുടെ ആശ്രമത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയി. ഇപ്പം 4-5 ദിവസം മുമ്പേ പോയി. ഇപ്പോൾ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഇയാൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങിച്ചു, ഗംഗയിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ. അങ്ങനെ മത്സ്യങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഏകൊരു രസമാണ്. ഇടയ്ക്ക് പോയി ഗംഗയുടെ തീരത്ത് പോയിരുന്നു, ഇങ്ങനെ മത്സ്യങ്ങൾക്ക് പൊരിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇയാൾ പോയി അവിടെ തീരത്ത് പോയിരുന്നു. അപ്പോൾ ഇയാൾ പോകുമ്പോൾ ആശ്രമത്തിൽ വെച്ച് ഇയാളുടെ പാദം വരെ തലമുടി ഉണ്ടായിരുന്നു. നല്ല മുരിങ്ങക്ക പോലെ ജട ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സമൃദ്ധമായ താടി മുട്ടുവരെ ഉണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയ വഴിക്ക് ഇയാൾ ഇതെല്ലാം കളഞ്ഞിട്ടാണ് പോയത്. ഇയാൾ അവിടെ പോയി തീരത്ത് പോയിരുന്നു, ഇങ്ങനെ പൊരിയൊക്കെ വാരിയിട്ടുകൊണ്ടിരിക്കുമ്പം സുഹൃത്തുക്കൾ ആശ്രമത്തിൽ നിന്നു. ഇപ്പം ഇയാളിരിക്കുന്ന സൈഡിൽ കൂടെ അവർ പോകുന്നത്, ഇയാൾ കാണുന്നൊന്നുമില്ല. ഇവർ കടന്നുപോയി അപ്പുറത്ത് മാറി കുറേ നേരം ഇരുന്നു. അപ്പം അതിലൊരുത്തൻ കണ്ടു ഇയാളിരിക്കുന്നത്. അപ്പം അവനൊരു സംശയമായി, മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ തന്നെയാണോ? അപ്പം അവനൊരു സംശയം. ഇയാളുടെ അടുക്ക കൂടെ പോയപ്പോൾ പറഞ്ഞതല്ല ഇയാൾ കേട്ടോ, ഇളയാ തെറി പറഞ്ഞുകൊണ്ട് പോയത്. അപ്പം കുറച്ച് മിടുക്കനായതുകൊണ്ട് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായപ്പോഴേ മറ്റൊരു പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിപ്പം വരാമെന്ന്. 9 അടുക്കവും നോക്കിയപ്പോൾ ഇയാൾ തന്നെയാണ്. അടുക്കിരുന്നു. നിങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അപ്പം ഇയാൾ വളരെ ഉദാസീനനായി പറഞ്ഞു, ആവില്ല. അതെന്താ? എന്നെപ്പറ്റി പറയില്ല. അവരുടെ സങ്കല്പത്തിൽ എൻ്റെ പേരുള്ള ഒരാളുണ്ട്. എൻ്റെ പേര് കൃഷ്ണാനന്ദൻ എന്നാണ്. അവരുടെ സങ്കല്പത്തിലും ഒരു കൃഷ്ണാനന്ദനുണ്ട്, അത് ഞാനല്ല. അവരുടെ ഭാവനയിലുണ്ടായ കൃഷ്ണാനന്ദൻ അവരുടെ ബോധമാണ്. മനസ്സിലായില്ല? മനസ്സിലായില്ല? അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് പോയത്. അത് ഞാനല്ല സുഹൃത്തെ. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടേതാണ്, അത് അവരാണ്, അത് സത്യമാണ്. മനസ്സിലായില്ല? അതിന് ഞാൻ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഞാനതല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും പോയാൽ ഇത് നാം അറിയും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഞാനാണേ. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഭാര്യ പറയുമ്പോഴും മക്കൾ പറയുമ്പോഴും അച്ഛൻ പറയുമ്പോഴും നാട്ടുകാർ പറയുമ്പോഴും വീട്ടുകാർ പറയുമ്പോഴും ഒക്കെ സ്വാമിജിമാർ നടന്നു പോകുമ്പം ചിലപ്പോൾ ചില പിള്ളേർ അവിടെ ഇരുന്നുകൊണ്ട് പൂച്ച 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 സന്യാസി എന്ന് വിളിക്കും. സ്വാമി തിരിഞ്ഞു നോക്കും. നോക്കിയാൽ ഉറപ്പാണ് ഇയാൾ തന്നെ. അല്ല പിന്നെ ഇതിനെ നോക്കുന്ന വിളിച്ചില്ലല്ലോ. മനസ്സിലായില്ല? ഈ ലോകത്തിൽ വിളി കേൾക്കാൻ പാകത്തിനാണ് ഒരുവൻ നടക്കുന്നതെങ്കിൽ അവൻ ബന്ധനത്തിലാണ്. മനസ്സിലാവുമോ? ഇത് ഞാനല്ല എന്നറിയുന്നവൻ ബന്ധനത്തിലല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധബോധമാണ്. അതിനെ ആർക്കും ഒന്നും പറയാനാവില്ല.
അത് എന്നിലും നിന്നിലും സമസ്ത ചരാചരങ്ങളിലും ഒന്നു തന്നെയാണ്. അത് മറ്റൊന്നായി കാണുന്നത് നിന്നിലെ അജ്ഞാനമാകുന്ന മേഘപടലങ്ങളാലാണ്. ഹിമാലയ പാർശ്വത്തിലൂടെ ഒരുവൻ നടന്നു പോവുകയാണ്. അവൻ അകലെ നിന്നൊരു സത്വം വരുന്നത് കണ്ടു, ഒരു ഭീകര സത്വം. അവൻ തോക്ക് കയ്യിലെടുത്തു, കാഞ്ചി വലിക്കാൻ തയ്യാറായി. അതടുത്തേക്ക് വരുന്നു. ആവോ എന്നെ പിടിക്കും, അതിനു മുമ്പ് കാഞ്ചി വലിക്കണം. ഒരു നിമിഷം ഹിമാലയത്തിന് മുകളിൽ ഒരു കാറ്റടിച്ചു. ആ മഞ്ഞുപാളികൾ മാറി. കമ്പിളി പുതച്ച ഒരു മനുഷ്യൻ. ദൈവമേ, ഞാൻ കാഞ്ചി വലിച്ചിരുന്നെങ്കിൽ. സംഗതി മാറി. അടുത്തു വന്നു. 50 കൊല്ലം മുമ്പ് തന്നെ വിട്ടുപോയ തൻ്റെ തന്നെ ജ്യേഷ്ഠൻ. ആദ്യം തോക്കെടുത്തതും കാഞ്ചി വലിക്കാൻ ഒരുങ്ങിയതും തന്നിൽ പേടിയുണ്ടാക്കിയ ഏതോ രൂപത്തെ പ്രതീക്ഷിച്ചതും തൻ്റെ പൂർവമായിരിക്കുന്ന അറിവിൽ നിന്നാണ്. അതിന് നേരെ കാഞ്ചി വലിച്ചാൽ തൻ്റെ ബോധത്തിന് നേരെ വലിക്കുന്നതാണ്. മനസ്സിലായില്ല? അയാൾക്ക് നേരെയല്ല. എല്ലാ ഹിംസയിലും എല്ലാ ഭയത്തിലും എൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവുമാണിരിക്കുന്നത്. അത് രണ്ടുമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആരെയും ഉപദ്രവിക്കേണ്ടി വരുന്നില്ല. ഒരായുധത്തിൻ്റെയും ആവശ്യവും മനുഷ്യന് വരുന്നില്ല. ഭയം കൊണ്ടാണ് ഈ മുറിക്കുള്ളിൽ ഒരുവൻ കയറരുതെന്ന് ഞാൻ പറയുന്നത്, എൻ്റെ മുറിയാണെന്ന് എഴുതി വെക്കുന്നത്. ഭയമില്ലെങ്കിൽ ആർക്കും കയറി വരാം. ഭയത്തിന് കാരണമോ എൻ്റെ കാമങ്ങളും. അതിൻ്റെ വിളനിലങ്ങളാണ് ഭരണരംഗങ്ങളും മതരംഗങ്ങളും. അല്ലെങ്കിൽ വഴക്കില്ല. ആഗ്രഹങ്ങളില്ലാത്തവരുടെ ചർച്ചയിൽ എന്തു വഴക്കുണ്ടാകാൻ? ഇത് വളരെ ഭംഗിയായി പഠിപ്പിക്കുക. ഏകമായ ബോധമാണ് ഞാൻ, വിശുദ്ധ ബോധമാണ് എന്ന നിശ്ചയവന്യന ഒരഗ്നിയാണ്. എല്ലാ ബന്ധവും കത്തിക്കുന്ന അഗ്നിയാണ്. ദൃഢനിശ്ചയരൂപമായ അഗ്നി, ജ്ഞാനാഗ്നിയാണ് ഞാൻ ബോധമാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ കത്തി നിൽക്കണം, ജ്വലിച്ച് നിൽക്കണം. അങ്ങനെ ആ അഗ്നിയുടെ നിറവ പൂർവന്മാരെടുത്തെടുത്ത കാവി. അവർക്ക് കിട്ടിയ അംഗീകാരത്തിനാ ഞങ്ങളാ കാവി പൊക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ല? പിടിയിട്ടില്ല. പൂർവന്മാർ ഈ കാവിയെ കണ്ടത് അഗ്നി വസ്ത്രമായിട്ടാണ്. അഗ്നിയുടെ നിറം. ജ്ഞാനം വരുമ്പോൾ ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാ ബന്ധങ്ങളും കത്തുന്നു എന്ന് അഗ്നി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുമ്പോൾ നിറം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല? ഇപ്പോൾ ഒരു കാവിയും പുതച്ചൊരുത്തനിങ്ങനെ നടന്നു പോകുമ്പോൾ അഗ്നി ഇങ്ങനെ പോകുന്ന പോലെ തോന്നണം. അതിനാണ് അത് ഉടുത്തത് പൂർവന്മാർ. അവരെ ജനങ്ങൾ 2000-3000 വർഷം അംഗീകരിച്ചതുകൊണ്ട് എന്നെയും അംഗീകരിക്കാനാണ് ഞാനൊക്കെ ഇത് ഉടുക്കുന്നത്. മനസ്സിലായില്ല? പിടിയിട്ടില്ല? അല്ല, ഉടുക്കാൻ യോഗ്യത ഉണ്ടായിട്ട് വേണമെന്നില്ല. അതുകൊണ്ട് ഞാനൊക്കെ എന്തെല്ലാം വൃത്തികേട് കാണിച്ചിട്ടും പിന്നെയും ജനം ഇതിനെ ബഹുമാനിക്കുന്നെങ്കിൽ അവൻ്റെ നന്മ എത്രയാണെന്നാണ് ചിന്തിക്കേണ്ടത്. പിടിയിട്ടില്ല? അല്ലാതെ കാവിയുടെ കള്ളത്തരമല്ല ചിന്തിക്കണ്ടേ. കാവിക്കാരൻ എന്ന് വല്ല കള്ളത്തരമൊക്കെ കാണിച്ചാലും ജനങ്ങൾ പിന്നെയും ഇതിനെ വിശ്വസിക്കുന്നു എന്ന് വരുന്നുവെങ്കിൽ അവൻ്റെ ജനിതക കോശങ്ങളിൽ മറക്കാതെ ആ പൂർവന്മാരുടെ സംസ്കൃതി കിടപ്പുണ്ട്. നോ, മനസ്സിലായില്ല? അത് ഇവൻ്റെ ചെയ്തി കൊണ്ട് പോലും പോവില്ല. അത്ര ആഴമുള്ളതാണ്. ഇപ്പൊ ജ്ഞാനമാകുന്ന അഗ്നിയാൽ വന്നിന, നിശ്ചയവന്നിന, ആ അഗ്നി കൊണ്ട് നിശ്ചയരൂപമായ ജ്ഞാനാഗ്നിയാൽ അജ്ഞാന ഗഹനം, അജ്ഞാനമാകുന്ന കാടിനെ പ്രജ്വാല്യ,
ചുട്ടരിച്ച്. കാട് ചുട്ടരിക്കുകയാണ്. ഏത് കാട്? എൻ്റെ അജ്ഞാനമാകുന്ന അന്ധകാരമാകുന്ന കാട് ജ്ഞാനാഗ്നി കൊണ്ട് ചുട്ടരിച്ച് വീതശോക, ദുഃഖമറ്റവനായി, ദുഃഖമില്ലാത്തവനായി സുഖീഭവ, നീ ആനന്ദമഗ്നനായി ഭവിച്ചാലും ജനക. നല്ലൊരു ഉപമയാണ്. അതാണ് മനുഷ്യന് എത്തിച്ചേരാവുന്ന ധാമം. അല്ലാതെ ഈ ലോകത്തിൽ ഒന്നിനും വലിയ കാര്യമൊന്നുമില്ല. ഒരു സാധനം എടുത്തു, തൽക്കാലം എല്ലാ വസ്തുക്കളും ഈ ബോധമല്ലാതെ എന്ത് നേടിയാലും ദുഃഖം 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 പുനഃ പിന്നെ ദുഃഖ. ഒരു വസ്തു കൊണ്ടും തൃപ്തി വരില്ല. ഇപ്പം എവിടെ വന്നിരുന്നു, അടുത്തിരിക്കുന്നവളുടെ സാരി കണ്ടു, അതുപോലെ ഒരെണ്ണം വേണമെന്ന് തോന്നി, അത് കണ്ട നിമിഷം മുതൽ കിട്ടുന്നത് വരെ ദുഃഖമാണ്. റൈറ്റ്. സാരി സുഖം തരുന്നില്ല. ഇനി അവൾ ഉടുത്ത പോലൊന്ന് ഉടുത്ത് ചെത്തി അടുത്ത ക്ലാസ്സിൽ വന്നാലേ ശാന്തി കിട്ടുള്ളൂ എന്നുള്ളതാണ്. മകനോട് പറഞ്ഞു, തന്തയോട് പറഞ്ഞു, ബ്ലേഡിൽ നിന്നെങ്കിലും എടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞു. അവസാനം ഇയാളെടുത്ത് വാങ്ങിച്ചു കൊടുത്തു. അടുത്ത ആഗ്രഹമുണ്ടാകുന്നിടം വരെ ഇതിൻ്റെ സുഖമുള്ളൂ. ഇത് ഉടുത്തു വന്നു, എല്ലാവരും ഒന്ന് പിടിച്ചു നോക്കി, ആരും നോക്കുന്നില്ലെന്നിരിക്കണ്ടേ. ഇവൾ ഉടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫാഷൻ തീർന്നു. ഷിഫോൺ ഉടുത്തു വന്നു, ഓർഗാൻസയുടെ കാലമായി. മനസ്സിലായില്ല? ഷിഫോൺ സാരിയും ഉടുത്ത് ഇവൾ വന്നു. മറ്റവൾ ഷിഫോൺ ഉടുത്ത് കണ്ടപ്പോഴാണ് ഇവൾ ഷിഫോൺ മേടിച്ചത്. ഇവൾ മേടിച്ചപ്പോഴത്തേക്ക് ഫാഷൻ പോയി, ഓർഗാൻസയായി. പണി തീർന്നില്ലേ? വീണ്ടും ദുഃഖം. ഇത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി കുളിമുറിയുടെ കതകയിലിടും, അല്ലെങ്കിൽ കാർന്നവരുടെ ഷർട്ടിന് മുകളിലിടും, അല്ലെങ്കിൽ സോഫയിലിടും. അവസാനം കാർന്നവരും പിള്ളേരും കൂടെ പറയും ഇതെല്ലാം കൂടെ എടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കത്തിച്ച് കളയും. അവിടെയും ദുഃഖം. ആം ഐ റൈറ്റ്? എന്തു സുഖം! ദൃശ്യങ്ങളൊന്നും സുഖം തരില്ല. ബോധം സുഖം തരികയും ചെയ്യും. ഞാൻ ഈ ബോധമാണെന്നും അതുകൊണ്ട് എൻ്റെ എല്ലാ കാമങ്ങളും ആ വിശുദ്ധ സത്വം കൊണ്ട് ദഹിപ്പിച്ച്, ജ്ഞാനാഗ്നിയാൽ ദഹിപ്പിച്ച് സുഖിയായിത്തീരുന്നു എന്നറിഞ്ഞാൽ എല്ലാം തീർന്നു. അതൊന്നുകൂടെ ഭംഗിയായി പറയാം അടുത്ത ശ്ലോകത്തിൽ. നോക്കാം. യത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദപരമാനന്ദഃ സബോധസ്ത്വം സുഖം ചര. യത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദപരമാനന്ദഃ സബോധസ്ത്വം സുഖം ചര. പൊതുവെ അജാതം നിത്യജാതമൊക്കെയാണ് അഷ്ടാവക്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശങ്കരൻ ഉപയോഗിച്ച മായയെ കുറിക്കുന്ന സങ്കല്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് വളരെ ഏറെയാണ് അഷ്ടാവക്രഗീതയിൽ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ശ്ലോകം അവർ വായിച്ചു നോക്കുന്നില്ല. ഇവിടുത്തെ ഉപമ പ്രഖ്യാതമായ വേദാന്ത ഉപമയാണ്. വേദാന്തത്തിൻ്റെ പ്രക്രിയ അജ്ഞാനദശയിൽ പഠിപ്പിക്കുന്നത് ഈ ഉപമകൾ കൊണ്ടാണ്. ഒരുവൻ താൻ ബോധമാണെന്നറിഞ്ഞ് മുക്തനായി കഴിഞ്ഞാൽ പിന്നെ ഉപമയ്ക്ക് പ്രസക്തിയില്ല. അതുവരെ പഠിക്കാനുള്ള സാധനമായത്. അതിനൊരു ഔത്തരാഹന്മാരായ ചില ആചാര്യന്മാർ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കഥ പറയും. കേട്ടിട്ടുണ്ടോ വിജയനഗരം? ഇല്ല. ഹരിഹരൻ്റെയും ബുക്കൻ്റെയും ഒക്കെ വിജയനഗരം കേട്ടിട്ടില്ല. കൃഷ്ണദേവരായരുടെ വിജയനഗരം കേട്ടിട്ടില്ല. ഇവിടെ ഒരു നല്ല നർമ്മസജീവനായൊരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ല?
ആ നർമ്മസജീവൻ്റെ പേര് തെന്നാലി രാമൻ. ആ വിജയനഗര സാമ്രാജ്യത്തിൽ പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു, ദിവാൻ അപ്പാജി റാവു എന്ന് പറയും. കേട്ടിട്ടുണ്ടോന്നറിയാം. വളരെ കെങ്കേമനായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവ് തൻ്റെ സ്വത്തൊക്കെ മക്കൾക്കായി എഴുതി വെച്ചു. രാജാവിന് ഉണ്ടായിരുന്ന സ്വത്തിൽ കുറച്ച് ആനകളുണ്ടായിരുന്നു, അറിയാം. ഒരു 17 ആന. അതിൻ്റെ പകുതി മൂത്ത മകനാണ്. അതിൻ്റെ 6-1 രണ്ടാമത്തെ മകനാണ്. അതിൻ്റെ 9-1 മൂന്നാമത്തെ മകനാണ്. ഒരു വഴക്കായി. രാജകൊട്ടാരത്തിൽ ഭയങ്കര വഴക്കായി. ഇവർക്കിത് പങ്കുവെക്കാൻ പറ്റാതെ വന്നു. മൂത്ത മകൻ 9.5 ആന വേണമെന്നുള്ളതിൽ വഴക്കായി. ഒരാന വെട്ടിമുറിച്ചേ അവൻ സമ്മതിക്കുകയുള്ളൂ. അല്ല, സോറി, 8.5 ആന. രണ്ടാമത്തെ മകന് 3-ഉം 6-1 ആനയെ വേണം. അല്ല, 6-ഉം 3-1 ആനയെ വേണം. 3-1 രണ്ടാമത്തെ മകന്. ലാസ്റ്റ് പുത്രന് 9-1. അപ്പോൾ 2-ഉം അല്ല 1-ഉം ബാക്കി 9-ലുള്ള ഭാഗവും കൂടെ വേണം. വഴക്ക് മൂത്തു. അവസാനം അപ്പാജി റാവു വന്നു. അയാളൊരു ആനപ്പുറത്താണ് വന്നേ. രാജാവിൻ്റെ ആനയെല്ലാം നിരത്തി നിർത്തി. കൂട്ടത്തിൽ അയാളുടെ കൊണ്ടുവന്ന ആനയും കൂടെ നിർത്തി. ഇപ്പം എത്ര ആനയായി? 18ആയി. ചോദിച്ചു, ഇതും കൂടെ നിങ്ങൾക്ക് പങ്കുവെച്ച് തരികയാണ്. ഓ, സന്തോഷം, കാര്യമായി കിട്ടുമല്ലോ, ഇനി പേടിക്കാമൊന്നുമില്ല. നിനക്കെത്രയാ? 2-1. 18-ൻ്റെ 2-1 പിടിച്ചു. 10,000-ൻ്റെ ആകണ്ട, 9 എണ്ണം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം അവൻ നിന്നില്ല. അവനറിയാം, കാരണം പോയില്ലെങ്കിൽ ചിലപ്പം കുറേ കഴിഞ്ഞ് പങ്കുവെക്കുമ്പോഴേക്ക് തന്നോട് തിരിച്ചു വേണമെന്ന് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചു അവൻ വേഗം 9 എണ്ണത്തിനെ തെളിച്ചു വിട്ടു. രണ്ടാമനോട് ചോദിച്ചു, നിനക്കെത്രയാണ് വേണ്ട? 18-ൻ്റെ 6. അവനും വിട്ടു, കാരണം ബാക്കി പങ്ക് കിട്ടിയതിൻ്റെ ലാഭത്തിൽ. മൂന്നാമനോട് ചോദിച്ചു, നിനക്കെത്രയാണ് വേണ്ടേ? 2. 18-ൻ്റെയാണ്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ആനപ്പുറത്ത് ഇയാൾ സ്ഥലം വിടുകയും ചെയ്തു. മനസ്സിലായോന്നറിയില്ല. എന്ന് പറഞ്ഞതുപോലെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് അജ്ഞതയിൽ നിൽക്കുന്നവൻ പ്രപഞ്ചമുണ്ടായിട്ടുണ്ടെന്നും പ്രപഞ്ചമുണ്ടെന്നും അതിലാണ് താനെന്നുമൊക്കെ വഴക്ക് കൂടുകയും ഇതുണ്ട് എന്ന് തൊട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രപഞ്ചം ഇല്ല, ഉണ്ടായിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ദർശനത്തെ ഉൾക്കൊള്ളുവാനുള്ള അവൻ്റെ പ്രയാസം കണ്ടിട്ട് ഭാരതീയ പൗരാണികർ കൊണ്ടുവന്ന ഉപമകളാണ് 3 ചേർത്ത് പഠിക്കണം. ഒരെണ്ണമായിട്ട് പഠിച്ചാൽ പ്രയോജനമില്ല. പഠിക്കുമ്പോൾ രജ്ജു സർപ്പവത് എന്ന് പറയുന്നത് കേട്ട് കയറിൽ പാമ്പിനെ കാണുന്നു എന്ന് പഠിക്കരുത്. കയറിൽ ആരും പാമ്പിനെ കാണില്ല. കയറാണെന്നറിഞ്ഞാൽ പാമ്പില്ല. മനസ്സിലായില്ല? പാമ്പിനെ പാമ്പായി കാണുക, കയറിനെ കയറായി കാണുക. അതുകൊണ്ട് കയറിൽ പാമ്പ് കാണുന്നു എന്നത് തെറ്റാണ്. പാമ്പിനെയാണ് കാണുന്നത്. പാമ്പ് ഭയമാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചം വരുമ്പോഴാണ് അറിയുന്നത് താൻ ഭയപ്പെട്ടത് പാമ്പിലല്ലായിരുന്നു എന്ന്. മനസ്സിലായില്ല? അങ്ങനെ മാത്രമാണ് പഠിക്കണ്ടേ. അതുകൊണ്ടാണ് ഇത് ഉറയ്ക്കാതെ പോയത്. അതാ ഇവിടെ ഉപമയായിട്ട് പറയുന്നത്. ഒരു ഉപമ അതാണ്. സന്ധ്യാസമയത്ത് വെളിയിലിറങ്ങിപ്പോകുന്നവൻ പാമ്പിനെ കണ്ട് ഭയന്നു തിരിച്ചോടി ആളുകളെ വിളിച്ചുകൂട്ടി വെളിച്ചവും എടുത്ത് ചെന്ന് നോക്കുമ്പോൾ കയറേ ഉള്ളൂ, പാമ്പില്ല. നേരത്തെ പാമ്പേ ഉള്ളൂ,